ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ പക്ക ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ പോർട്സൊക്കെ ഇപ്പോൾ അത്യാവശ്യം വിസിബിളായി തുടങ്ങിയതുകൊണ്ട് തന്നെ നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ടോണറാണ് യൂസ് ചെയ്യുന്നത്. പക്ക ടോണറാണ്. അപ്പം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഡെയിലി ഹ്യാലുറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് നമ്മുടെ ഫേസിൽ നിന്ന് ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് ഇടണം. അതായത് കുറച്ച് നനവുള്ള ഫേസിൽ വേണം നമ്മൾ ഹ്യാലുറോണിക് ആസിഡ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നെക്സ്റ്റ് വൺ വന്നിട്ട് മോയ്സ്ചറൈസറാണ്. ഡോട്ട് ആൻഡ് ഗീയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് അത് നമ്മുടെ സ്കിന്നിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങി ചെല്ലാനുള്ളൊരു ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ. നെക്സ്റ്റ് വൺ വന്നിട്ട് സൺസ്ക്രീനാണ്. ഡോട്ട് ആൻഡ് ഗീയുടെ തന്നെ SPF 50+ ഉള്ള സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് വൺ വന്നിട്ട് SPF 30 അടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാമും കൂടി ഇട്ടിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ.